കൊല്ലം ചെമ്മാമുക്കിൽ ഭർത്താവ് ഭാര്യയെ നടുറോട്ടിൽ വെച്ച് തീ കൊളുത്തി കൊന്ന സംഭവം നമ്മളെല്ലാം ഞെട്ടലോടുകൂടിയാണ് കേട്ടത്. ഈ സംഭവം നേരിട്ട് കണ്ട മനുവും അനന്തുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. ഇവരാണ് പോലീസിനെയും ഫയർഫോഴ്സിനെയും എല്ലാം വിളിച്ചതും പ്രതിയെ തിരിച്ചറിഞ്ഞതെല്ലാം. നിങ്ങൾ വർക്ക് സംബന്ധമായിട്ടുള്ള കാര്യം പറയാനായിട്ട് ഞങ്ങളിവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്ത് ഞങ്ങൾ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ രണ്ട് കാറുകൾ, അത് ഈ ഓൾട്ട് ആദ്യമേ കയറി വരുന്നു. അതിൻ്റെ ബാക്കിൽ ഒമിനി സ്പീഡിലായിരുന്നു വന്ന് ലെഫ്റ്റ് സൈഡ് കൊണ്ട് ഇതിനെ ഇടിച്ച് ഒരു സൈഡിലോട്ട് അങ്ങ് ആക്കിയിട്ട് അതിനകത്ത് എന്തോ ഒരു സാധനം പെട്ടെന്ന് എടുത്ത് എറിഞ്ഞപ്പോൾ തന്നെ അങ്ങ് പൊട്ടി. പെട്ടെന്ന് അങ്ങ് കയറി അങ്ങ് തീയായി. ആ തീ ഒമനിക്കകത്തും കയറി രണ്ടിനും ഒരേ കണക്ക്. ഇപ്പം ഈ ഒമനിക്കകത്തിരുന്ന ആൾ ഇറങ്ങി ഈ ഫ്രണ്ടിലോട്ട് ഓടി. അതിനകത്തുനിന്ന് ഒരു പയ്യൻ, ഈ പൊള്ളലേറ്റ പയ്യൻ എന്ന് പറഞ്ഞാൽ അയാൾ ഈ ഷർട്ടിൻ്റെ കുറേ ഭാഗങ്ങളും കത്തി, ഇവിടെയും കുറേ കത്തിയിട്ട് അങ്ങോട്ട് ഓടി. അയാൾ വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. ഇത് മോനെ പേര് എൻ്റെ പപ്പനാ കത്തിച്ചെന്ന് പറഞ്ഞ് അയാൾ അങ്ങോട്ട് ഓടുന്നുണ്ട്. അപ്പോഴത്തേക്ക് ആദ്യമേ തന്നെ കാറൊന്ന് പൊട്ടിത്തെറിച്ചായിരുന്നു. ആദ്യമേ പ്രാവശ്യം ഒന്ന് പൊട്ടിത്തെറിച്ച്. അപ്പോഴത്തേക്ക് ഞാൻ ഇവനും കൂടെ അടുത്തോട്ട് ഓടി വന്നേ. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് എന്തോ ഒരു പച്ചില ഏതാണ്ടൊക്കെ എടുത്തുകൊണ്ട് ഞങ്ങൾ അടിച്ചായിരുന്നു. തീ അണയ്ക്കാൻ നോക്കി. അപ്പോഴത്തേക്ക് നല്ലപോലെ ആളി കത്തി. പിന്നെ രണ്ടാമത്തെ ട്രിപ്പും പൊട്ടിയായിരുന്നു വണ്ടി. അപ്പോഴത്തേക്ക് ആകും കംപ്ലീറ്റും കത്തി. ഈ സമയം ഈ അനില സീറ്റ് ബെൽറ്റ് ധരിച്ച് ഇറങ്ങാൻ പറ്റാതെ ഇതിൻ്റെ രണ്ടിൻ്റെയും ഗ്യാപ്പിലായിപ്പോയി. അവർക്ക് ഇറങ്ങാൻ പറ്റില്ല. മൂന്നാമത്തെ ട്രിപ്പ് വണ്ടി പൊട്ടിത്തെറിച്ചപ്പോഴാണ് ആ ലെഫ്റ്റ് സൈഡിലെ ഡോറ് തന്നെ ഓപ്പണായി ഇവർ വെളിയിലോട്ടങ്ങ് വീണ് ഇപ്പോഴത്തേക്ക് ഒരു 90% ഒരു പുള്ളി മാറിയിരുന്നു. അതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം ചെറിയൊരു ജീവനുണ്ടായിരുന്നു. എന്നിട്ട് ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ അറിയുന്നില്ല. ഞാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ വിചാരിക്കുന്നത് കത്തി മാറിയെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ ചേട്ടാ അത് ലേഡി എന്ന് പറയുമ്പോഴത്തേക്ക് എൻ്റെ ഒരുവിധം കിളിയങ്ങ് പറഞ്ഞു. എന്ന് വെച്ചാൽ പിടിക്കാൻ പറ്റില്ല. പിടിച്ചപ്പോഴത്തേക്ക് മാംസം അടന്നു പോകുക. മൊത്തം കംപ്ലീറ്റ് കരിഞ്ഞ് മാറിയപ്പോൾ മാർക്കൊക്കെ ഒരു ഇതായപ്പോഴും ഞാൻ ഇവൻ്റെ അടുത്ത് പറഞ്ഞാൽ ആ ഒരു ലേഡിയാ എന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് തന്നെ എന്നിട്ട് അവിടെ നിന്ന് ഒരു ചാക്കെടുത്തുകൊണ്ട് ഞങ്ങൾ വലിച്ചു നോക്കി. അപ്പോഴത്തേക്ക് മാംസം അടന്നു മാറാൻ ആ ഒരു ഇതുകൊണ്ട് നമ്മൾ തൊട്ടില്ല. രക്ഷിക്കണമെന്നുണ്ടാകുന്ന പക്ഷേ പറ്റിയില്ല, രക്ഷിക്കാനായിട്ടും പറ്റിയില്ല. നമ്മുടെ ഫാമിലി ആയിരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് വന്ന് വണ്ടിക്ക് അത്രയും ചെയ്തതാണ്. അതും സാധിച്ചില്ല. പിന്നെ ഇന്ന് ഇവിടെ നിന്ന് ഒരു 5-6 ഓട്ടോക്കാരന്മാർ ഓടി വന്നു. പിന്നെ ഞങ്ങൾ തന്നെ ഒരു ഫയർഫോഴ്സിനെയും പോലീസ് സ്റ്റേഷനെയും എല്ലാം വിളിച്ച് നിങ്ങൾ പോലീസ് വിളിപ്പിച്ച് ഈ പ്രതിയെ തിരിച്ച് ഞങ്ങൾ കണ്ട് പുള്ളി എന്ന് വെച്ചാൽ, കാരണം ആ പുള്ളി ആ സമയത്ത് ഒരു കാവി കയ്യിലും ഒരു പച്ച കളങ്കളം ഷർട്ടുമായിരുന്നു ധരിച്ച്. അപ്പോൾ അയാൾ ഓടുന്ന ഞങ്ങൾ കണ്ട്. അത് മാത്രമല്ല ഞങ്ങൾ സ്റ്റേഷനിൽ പോയായിരുന്നു. സ്റ്റേഷനിൽ പോയപ്പോൾ പുള്ളിക്കാരനെ കണ്ട് ഇത് തന്നെ ആളെന്ന് ഞങ്ങൾ കൺഫേം ആക്കി. ഇപ്പോഴും ആ കണ്ണിൽ നിന്ന് ആ ദൃശ്യങ്ങൾ മാറി. പിന്നെ തീർച്ചയായിട്ടും മാറിയിട്ടില്ല. എന്ന് വെച്ചാൽ ആ പൊട്ടിത്തെറി തന്നെ നമ്മൾ അത്രയ്ക്ക് ചൂടായിട്ട് തന്നെ ഞങ്ങൾ ആ പൊട്ടിത്തെറിക്കുന്ന സമയത്ത് വരെ നമ്മൾ ഓടി വന്നു. മാക്സിമം രക്ഷിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ നോക്കിയത്, പക്ഷെ നടന്നില്ല. സാധാരണ തീയായിരുന്നു വണ്ടിക്കകത്ത്. സാധാരണ തീ നമ്മുടെ പ്രതീക്ഷയുണ്ട്, നമുക്ക് രക്ഷിക്കാന്നുള്ള പ്രതീക്ഷയില്ല വരുന്നത്. പക്ഷേ ആ സാധാരണ തീ പിന്നെ മാറിയപ്പോഴത്തേക്കും 3 വട്ടം പൊട്ടിത്തെറിച്ചു. ഡോറ് തുറക്കാൻ നോക്കിയപ്പോൾ തീ വെളിയിലോട്ടാണ് ചാടിയത്. നമുക്ക് അപ്പോഴത്തേക്കും അടുക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ആ ശ്രമം അങ്ങ് ഉപേക്ഷിച്ചു. കാരണം അപ്പോഴേ ഫയർഫോഴ്സും വന്നിട്ട് പറയണ നീ കാണിക്കുന്ന മണ്ടത്തരമാണ്, ഇത്രയും കത്തുന്ന വണ്ടി അടുത്തോട്ട് പോകല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ തള്ളി മാറ്റിയത്. എന്നിട്ട് അവരുടെ കൂടെ നിന്ന് ഞങ്ങൾ വെള്ളം ഒരുപാട് സഹായിച്ചു കൊടുത്തു. ഞങ്ങൾ രണ്ടുപേരും കൂടെ നിന്ന് സഹായിച്ചു കൊടുത്തവർക്ക്. നടുക്കത്തിലാണല്ലേ? നടുക്കത്തിലാണ് ഇപ്പോഴും. പിന്നെ എന്ന് വെച്ചാൽ കാരണം നമ്മൾ ലൈവായിട്ട് കണ്ടതല്ലേ, ഞങ്ങളുടെ മുമ്പിലാണ് സംഭവം നടന്നത്, അല്ല ദൂരെങ്ങും അല്ല. ഞങ്ങൾ ഇവിടെ നിന്ന് തൊട്ടടുത്ത് തന്നെ നിന്നത്. അതുകൊണ്ട് നമുക്ക് ആ മനസ്സിന് ആ ഭയം ഇതുവരെ വിട്ട് മാറിയിട്ടില്ല. ഇനി വാക്കുകളില്ല പറയാൻ. കാരണം ആ ഒരു നടുക്കത്തിൽ തന്നെയാണ് മനുവും അനന്തവും ഉള്ളത്. ഇവർക്ക് രക്ഷിക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു കുറ്റബോധം ഇവരെ അലട്ടുന്നുണ്ട്. പ്രതിയായ പത്മരാജനെ ഇവർ തിരിച്ചറിയുകയും ചെയ്തു. വീഡിയോ ജേർണലിസ്റ്റ് സച്ചിനൊപ്പം റിപ്പോർട്ടർ ദിലീപ് ദേശിയ, ഇൻ റിപ്പോർട്ടർ, കൊല്ലം.